ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ജിൽബാബിൻ്റെ കട്ടിങ് വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പേര് വന്നിട്ട് വീഡിയോ കാണാതെ വന്നിട്ട് കമൻറ്റിൽ ഒന്നും മനസ്സിലായിട്ടില്ല, എന്താണ് മെഷർമെൻറ്റ് എങ്ങനെ എടുക്കണം, അങ്ങനെ ഇങ്ങനെ എടുക്കണം എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 4 മീറ്റർ ഫാബ്രിക്കാണ് വേണ്ടത്. ബാക്ക് പീസ് 80 ഇഞ്ചസും ഫ്രണ്ട് പീസ് 60 ഇഞ്ചസും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. വിഡ്ത്ത് 42 ഇഞ്ചസ് തന്നെയാണ്. വിഡ്ത്ത് നമ്മൾ കട്ട് ചെയ്യേണ്ട. അപ്പോൾ ലെങ്ത് 80 ഇഞ്ചസ് ഫസ്റ്റ് കട്ട് ചെയ്യണം, പിന്നെ 60 ഇഞ്ചസ് ബാക്കി കട്ട് ചെയ്യണം. പിന്നെ ബാക്കി വരുന്ന പോർഷൻ ഉണ്ടാവും, അതിന് നമ്മളിത് ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ആക്കി കൊടുക്കണം. അപ്പോൾ ടോട്ടൽ 4 ഫോൾഡിങ് ആണല്ലോ. അതിനുശേഷം നമുക്ക് വിഡ്ത്ത് വരുന്നത് 10 ഇഞ്ചസ് വേണം. സ്ലീവിൻ്റെ വിഡ്ത്താണ് കേട്ടോ. ലെങ്ത് വരുന്നത് 18 ഇഞ്ചസ് ആണ്. ഇനി 18 ഇഞ്ചസ് നോർമലി ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ക്രേപ്പിൻ്റെ മെറ്റീരിയലിൽ ഇതുപോലെ ഫോൾഡ് ആക്കുമ്പോൾ 21 ഇഞ്ചസൊക്കെ ലെങ്ത് ഉണ്ടാവും സ്ലീവിന്. അപ്പം നമ്മൾ ബാക്കി പോർഷൻ 18 ഇഞ്ചസ് എടുത്തിട്ട് ബാക്കി പോർഷൻ കട്ട് ചെയ്ത് കളയുന്നുണ്ടല്ലോ, ആ ഒരു പോർഷൻ നമുക്ക് ഹെഡ് ബാൻഡിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി സ്ലീവിൻ്റെ ബോട്ടം റൗണ്ട് 8 ഇഞ്ചസ് ആണ്. അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കി വരുന്ന പോർഷൻ കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഫോൾഡായ പോർഷൻ നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ചോദിക്കണം കേട്ടോ. അല്ലാതെ വീഡിയോ കാണാതെ വന്നിട്ട് ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് ദയവ് ചെയ്ത് ആരും പറയില്ലേ. ഓക്കെ, ഇനി ഞാനിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ബാക്ക് പീസാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ബാക്ക് പീസിൻ്റെ ഒരു സൈഡ് ഇതുപോലെ നമുക്ക് രണ്ടായിട്ട് 4 ഇഞ്ചിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫേസ് ലെങ്ത് 11 ഇഞ്ചസ് ആണ്. 11 ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ബാക്കി വരുന്ന പോർഷൻസ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് നമുക്ക് ഇതിലേക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ട് പീസ് ഇതിലേക്ക് വെച്ചിട്ട് ഇതുപോലെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവാണ് അറ്റാച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ 2 സ്ലീവും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി സ്ലീവിൻ്റെ ബോട്ടം പോർഷൻ ഇലാസ്റ്റിക് കൊടുക്കണം. അതിനുശേഷം സൈഡും അതുപോലെ ബോട്ടം പോർഷനും സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഇതിൽ സ്ലീവ് എങ്ങനെയാണ് ഫാബ്രിക്കിൽ കട്ട് ചെയ്യുന്നതെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് 18 ഇഞ്ചസും 60 ഇഞ്ചസും ഫ്രണ്ടും ബാക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഇത്രയും പോർഷൻ ഉണ്ടാവും. അതിൻ്റെ വിഡ്ത്ത് കറക്റ്റ് 10 ഇഞ്ചസ് തന്നെ ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ 10 ഇഞ്ചസ് കൂടുതലുണ്ടാവും, എങ്കിലും വിഡ്ത്ത് 10 ഇഞ്ചസ് എടുക്കാം. ബാക്കി പോർഷൻ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇനി ഇതിൻ്റെ ലെങ്ത് 21 ഇഞ്ചസ് ഉണ്ട്. ഞാനിവിടെ 18 ഇഞ്ചസ് നമുക്ക് മതി. അപ്പോൾ 18 ഇഞ്ചസ് മാർക്ക് ചെയ്തു. ബാക്കി പോർഷൻ കട്ട് ചെയ്ത് കളയാം. സ്ലീവിൻ്റെ ബോട്ടം പോർഷൻ 8 ഇഞ്ചസ് ആണ്. നമ്മൾ ഇലാസ്റ്റിക് കോർക്കാൻ വേണ്ടി ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് എടുക്കുന്നത് 8 ഇഞ്ചസ് തന്നെയാണ് കേട്ടോ. ഇനി നിങ്ങളുടെ കസ്റ്റമറുടെ വണ്ണത്തിനനുസരിച്ചോ അല്ലെങ്കിൽ ലെങ്തിനനുസരിച്ചോ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താം. ഇപ്പോൾ നല്ല ഹൈറ്റുള്ള ആൾക്കാണെങ്കിൽ നമുക്ക് 80 ഇഞ്ചസ് ബാക്ക് പോർഷനിൽ എടുക്കുമ്പോൾ പ്ലസ് ഒരു 5 ഇഞ്ചസോ അല്ലെങ്കിൽ 10 ഇഞ്ചസോ ഒക്കെ എക്സ്ട്രാ എടുക്കാം കേട്ടോ. അതിനനുസരിച്ച് നമ്മൾ മീറ്റർ ഫാബ്രിക് കൂടുതൽ എടുക്കണം, 4.5 മീറ്ററൊക്കെ എടുക്കണം. ഓക്കെ, അപ്പോൾ ബാക്കി പോർഷൻസ് നമുക്ക് കട്ട് ചെയ്തോളാം. ഇനി സെൻറ്റർ പോർഷനിൽ ജസ്റ്റ് ഒരു നോച്ചസ് കൊടുക്കാം. ഇനി ഫോൾഡായിട്ടുള്ള പോർഷനെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജിൽബാബിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ പോയി കാണണം കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ, ഞാൻ ക്ലിയർ ആക്കി തരാം. വേണമെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.